ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ടി വീണയെ സംബന്ധിച്ച് അവർക്ക് എതിരായിട്ടുള്ള കേസിൽ ഇപ്പോൾ ഒരു അന്വേഷണം, അവർക്കെതിരായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് ദീർഘമായ ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് കടക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഷുക്കൂറിലേക്ക് വീണ്ടും. ഷുക്കൂർ, ഈ അറസ്റ്റ് സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? വീണ ഉണ്ടാവുമോ? നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രേഖകൾ സഹിതം ED ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ അറസ്റ്റ് വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. മുൻകൂട്ടി ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നൊരു ധാരണ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയില്ല. എന്താണ് വീണ നൽകുന്ന മറുപടി? വീണയ്ക്ക് എതിരെ ഇതുവരെ സ്വീകരിച്ച തെളിവുകൾ വീണയുടെ മറുപടിയുടെ കൂടി പശ്ചാത്തലത്തിൽ അവർക്ക് പരിശോധിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിലവിൽ ഉന്നയിക്കപ്പെട്ട ചില ആരോപണങ്ങൾ ദുർബലമാണ് എന്ന് വേണമെങ്കിൽ വീണയ്ക്ക് അവരുടെ മറുപടിയിലൂടെ സ്ഥാപിക്കാൻ സാധിക്കും. ചില മറുപടിയിലൂടെ അതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള ആഴമുള്ള കുറ്റമാണ് വീണ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ EDക്ക് അപ്പോൾ ആ സമയത്ത് ബോധ്യപ്പെടാം. ആ അർത്ഥത്തിൽ വീണയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമാണെന്ന് ED കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഏതൊരു നടപടിയും വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ EDക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ധാരണ EDക്കകത്തില്ല. വീണയുടെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഒരു ധാരണ. എപ്പോഴത്തേക്ക് അവർ വരുമെന്നാണ് കാണുന്നത്? 10 മണിക്കാണ് അവർ ഹാജരാകേണ്ടത്. ഈ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഉള്ള സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി ഒരു നിലപാട് കൂടി നോക്കി ഇതാ ഇപ്പോൾ നിങ്ങൾ വന്നുകൊള്ളൂ എന്നൊരു അറിയിപ്പ് കൂടി ലഭിക്കാൻ ഒരുപക്ഷെ അവർ കാത്തിരിക്കുന്നതായിരിക്കാം. എന്തായാലും 10 മണിക്ക് അവർ ഹാജരാകേണ്ടതാണ്. ഇന്ന് ഹാജരാവുകയാണെങ്കിൽ 11 മണിക്കെങ്കിലും മുമ്പ് അവരെന്തായാലും ഹാജരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 100ഓളം പോലീസുകാർ ED ഓഫീസിന് മുന്നിലുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് വീണയുടെ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെടുത്തണമെന്ന് CPM ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായ അത്തരമൊരു തീരുമാനവുമില്ല. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ EDയെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ഒരു മുൻകരുതൽ അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായി അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ സുരക്ഷ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാം എന്നൊരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല, അതൊരു മുൻകരുതലിന്റെ മാത്രം ഭാഗമാണ്. നിലവിലെ സാഹചര്യത്തിൽ ED ഓഫീസിന് മുന്നിൽ കേന്ദ്ര സേനയുണ്ട്, ഒപ്പം തന്നെ 100ലധികം പോലീസുകാരുമുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുമുണ്ട്. ED ഓഫീസിന് മുന്നിൽ 2 വശത്തും പോലീസുകാരുണ്ട്. അതിനിടയിലൂടെ വേണം വീണയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ സ്ഥലത്ത് തമ്പടിച്ചിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അക്രമത്തിനൊന്നും സാധ്യതയില്ല. എങ്കിൽ പോലും പോലീസ്